ഹലോ, ചേമ്പല്ല, കാച്ചിലല്ല, ബീട്രൂട്ടല്ല, ഇത് എന്താണെന്നറിയോ? ബ്ലാക്ക് ക്യാരറ്റ് കാഞ്ചിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ വീട്ടിൽ പച്ചമാങ്ങയൊക്കെ വേനൽക്ക് ചതച്ച് ഭരണിയിലിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് കഞ്ഞിവെള്ളത്തിന് തെളി ഒഴിച്ച് വെച്ചിട്ടുമൊക്കെ മൺകലത്തിൽ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ കുടിക്കൂലേ വേനൽക്ക് നല്ല ചൂട് സമയത്ത്. അതേപോലെ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡ്രിങ്കാണ് കേട്ടോ. ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്ലാക്ക് ക്യാരറ്റാണ്. ബീട്രൂട്ടും അല്ല. ബീട്രൂട്ട് പോലെ കയ്യിൽ കളറൊക്കെ ആവും കേട്ടോ, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പൊക്കോളുമല്ലോ. ഇനി നമുക്ക് കാഞ്ചി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ക്യാരറ്റ് നമ്മളൊരു ജാറെടുത്തിട്ട്, മൺകലോ ഗ്ലാസ് ജാറോ ആവാം, എന്നിട്ട് അതിൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെള്ളമാണ്. തിളപ്പിച്ച് ആറിയ വെള്ളം വേണേ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് കടുകാണ്. കടുക് ഒരു 4 ടേബിൾ സ്പൂൺ കടുക് വേണം. പിന്നെ ഈ കടുക് നമ്മൾ പൊടിച്ചിട്ട് പൊടിക്കാനാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇന്ദുപ്പ് വേണം. നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് വേണം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ, 2 എരിവ് ഇഷ്ടമുള്ളവർക്ക് 2 അതിലും പ്രശ്നമൊന്നുമില്ല. കുരുമുളക് പൊടി വേണം. ഇനി നമുക്ക് ഗ്ലാസ് ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ബ്ലാക്ക് ക്യാരറ്റ് കഷ്ണങ്ങൾ നിറയ്ക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ട കടുക് പൊടിച്ചെടുത്തിട്ടുണ്ട്, കടുക് പൊടി ചേർക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ പറഞ്ഞെങ്കിലും നിങ്ങളൊരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് പൊടി ചേർക്കുക. കാരണം ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇത് കടുകിൻ്റെ പൊടി നിങ്ങൾക്ക് 4 വേണം എന്നുണ്ടെങ്കിൽ മാത്രം 4 ചേർത്തോളുക. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഈ കുരുമുളക് പൊടി പൊടിച്ചത് ചേർക്കണം. പിന്നെ ഇന്ദുപ്പ്, നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ഉപ്പും ചേർക്കുന്നുണ്ട്. നമ്മൾക്ക് ആ പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് ഈ ക്യാരറ്റ് കഷ്ണങ്ങളിലേക്ക് ഈ പൊടികൾ ചേർത്ത് നല്ലോണം കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പാത്രം ഇങ്ങനെ സ്പൂണ് കൊണ്ട് ഇളക്കിയിട്ടോ, പാത്രം ഇങ്ങനെ കുടഞ്ഞിട്ട് അങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ടോ ഈ ജാറിലേക്ക് ഇട്ടാലും മതിയായിരുന്നു. ഈ കഷ്ണങ്ങളിലൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ നല്ലോണം ചേർന്നിട്ടുണ്ട്. നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുവാണ്. ആ കഷ്ണങ്ങൾ മുങ്ങുന്ന വരേക്കും വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾക്ക് കാണാം ആ വെള്ളത്തിന് വലിയ കളറൊന്നുമില്ല. നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്താലും ചെറിയ തോതിലുള്ള കളറ് നമുക്ക് ആ വെള്ളത്തിൽ കാണാൻ കഴിയും. അത് കഴിഞ്ഞ് ഇനി അടച്ചു വെച്ചിട്ട് അടുത്ത ദിവസം നമ്മളെടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. ഇവിടെ ആ തുറന്ന ഉടനെ അടയ്ക്കുകയാണ്. അവിടെ ഇളക്കുന്ന വീഡിയോ കുറച്ച് കട്ടായിപ്പോയി. പിന്നെ ഇനി അടുത്ത 3-ാം ദിവസം നമ്മളെടുത്തു. അത് കഴിഞ്ഞ് ഇതിപ്പോൾ 4-ാം ദിവസമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കളർ ചേഞ്ച്. ഇതിപ്പോൾ നല്ല ഡീപ്പ് കളറായിട്ടുണ്ട്. അങ്ങനെ 4 ദിവസവും നമ്മളെടുത്തിട്ട് ഇതേപോലെ, ഇപ്പം നിങ്ങൾ ഇത് 4 ദിവസം വെക്കണം എന്നൊന്നുമില്ല. 2-ാമത്തെ ദിവസം നമ്മൾ എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ അതിലൊരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ട് കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഉപ്പിലൊക്കെ ഇട്ട നമ്മൾ സാധാ ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ചേർത്ത പൊടികളും ഒക്കെ ഈ കഷ്ണങ്ങളിലൊക്കെ ആയിട്ട് ടേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അന്നോട്ട് തന്നെ നിങ്ങൾക്ക് അത് വെറുതെ വെള്ളമൊന്നും ചേർക്കാതെ വെറുതെ ഒഴിച്ചു കുടിക്കാം. അതല്ല കുറച്ചും കൂടി ഒന്ന് ചേരാൻ, ഇതൊക്കെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇനിയും വെള്ളത്തിൽ അലിഞ്ഞ് ചേരാനുണ്ട് ക്യാരറ്റിൻ്റെ സത്തെന്ന് തോന്നുവാണെങ്കിൽ 2 ദിവസം 3-ാം ദിവസം കൂടി 1 ദിവസം കൂടുതൽ വെക്കാം, 4 ദിവസം വരെയും വെക്കാം. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഇളക്കാനായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എത്രാമത്തെ ദിവസമാണോ ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് അപ്പോഴും മുതൽ കുടിക്കണേ.
വെള്ളം ചേർക്കാതെയോ ചേർത്തോ കുടിക്കാം. കുറച്ച് ഈ ബ്ലാക്ക് ക്യാരറ്റ് കഷ്ണങ്ങളും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ചെറിയൊരു 1/4 ഗ്ലാസ് വീതം എടുത്തിട്ട് എല്ലാവരും കുടിക്കുക. ഈ കഷ്ണം കഴിക്കുക, നല്ല രസമാണ്. പിന്നെ ഇതിലിപ്പോൾ കാണുന്നത് മോരും കൂടെ, 1 ഗ്ലാസ്സിൽ മോരും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്, അതിൽ മുളകും ചേർത്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് ക്യാരറ്റ് കാഞ്ചിയിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേരുവകൾ ആഡ് ചെയ്തും കൂട്ടിയും കുറച്ചും ഒക്കെ നമ്മൾക്ക് കുടിക്കാൻ വളരെ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ്. ക്ഷീണമൊക്കെ മാറും. എല്ലാവരും കുടിക്കണേ.